മോർണിംഗ് ഗൈസ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 5:20. അതായത് നമ്മളെല്ലാം ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇനി നമ്മൾ വയനാട് പോവുകയാണ്. എല്ലാവരും ഉറക്കമൊക്കെ എണീറ്റ് റെഡിയായി ഫ്രഷായി ഇരിപ്പുണ്ട്. ഞാൻ ബാഗും എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് വെച്ചിട്ടുണ്ട്. ഇന്ന് വയനാടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം എല്ലാം കുട്ടി ഇനി ഇറങ്ങാം. എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഇനി നമ്മളിവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് ഗുഡ് ബൈ പറയാണ്. ഇന്ദ്ര പറഞ്ഞില്ലേ, ഇന്നലെ ഫുൾ ടൈം എഡിറ്റിങ്ങിലായിരുന്നു പയ്യെ, ഉറങ്ങിയില്ല. എത്ര 7 മണിക്കൂറിൻ്റെ എഡിറ്റാണ്. ഇത് വരുമ്പം കാണാം വീഡിയോ. ഇതാണ് കേസ് നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്ത റൂം. കൊള്ളാം. എല്ലാവർക്കും ബൈ ബൈ പറയാമോ? ബൈ ബൈ. അയ്യോ വെട്ടയില്ല. നിങ്ങൾ വിചാരിക്കും ഇത് കുപ്പിയെന്ന്, പക്ഷെ ഇത് കുപ്പിയല്ല, തേയിലപ്പൊടിയാണ്. പിള്ളേരെ വഴി തെറ്റിക്കുന്നതാണ്. പോവാം പറഞ്ഞില്ലേ നീ? ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചതിന്റെ ഒരിതാണ് അവന്റെ കയ്യിൽ. പൂട്ടിയാ കണ്ട, പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ 500 രൂപ ഫൈനുണ്ട്. നല്ല തണുപ്പുണ്ട്. ബാക്കിയിലെ സെറ്ററും എല്ലാം ഇട്ടിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം സ്റ്റേ ചെയ്ത റൂമാണ് കേട്ടോ ഇത്. 2 ദിവസം സ്റ്റേ ചെയ്തത്. തണുത്ത കാറ്റിരിക്കുന്നത്. നമ്മുടെ വണ്ടി താഴെയുണ്ട്. അയ്യോ, എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കണേ. പിന്നല്ല പിന്നെ തണുക്കണ കേസ്. ഈ വണ്ടി കയറിയാൽ ഇന്ന് ഫുള്ള് വയനാട് ആ ഏരിയ ആയിട്ടാണ് ഇന്ന് കവർ ചെയ്യാനായിട്ട് പോണത്. നമ്മൾ വണ്ടി കയറി. ഇനി നമുക്ക് കുറച്ച് യാത്രയുണ്ട്. പോണ വഴിക്കാണ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല തണുപ്പ്, മൈനസ് അല്ല നോർമൽ 10 അല്ലേ, 10 ഡിഗ്രി തണുപ്പുണ്ട്. കൈയൊക്കെ വയനാടാണ് പോണ വഴിക്കാണ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ചെറുതായിട്ടൊന്ന് ഉറങ്ങട്ടെ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ്. ഈ ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ച് അപ്പോൾ ഉണ്ടായിരുന്നു, ദോശയുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. ഇപ്പം ഇവിടെ ചുമ്മാ കയറിയിരിക്കുകയാണ്. ഈ ഗൈസ് അങ്ങനെ നമ്മൾ ബാണാസുര ഡാം ഇതിൻ്റെ താഴെയാണ്. പിന്നെ ഒരു വാട്ടർഫോളും അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവാണ് കേട്ടോ. കുറേ ദൂരം നടക്കാനുണ്ടെന്നാണ് അറിഞ്ഞത്. പിന്നെ അവിടെ ആ സൈഡിലായിട്ട് അടിപൊളി മലയൊക്കെ കാണാൻ പറ്റും. നടക്കട്ടെ, കുറേ ദൂരം ഉണ്ട് നടക്കാൻ. പിന്നെ രാവിലെ ഫുഡ് കഴിച്ചിട്ട് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഫുൾ ടൈം ഒരു 2.5 മണിക്കൂർ എന്തോ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി വണ്ടിക്കകത്ത്. പിന്നെ 7 മണിക്കൂർ എന്തോ യാത്ര ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ വഴിയാണ് കേട്ടോ, അപ്പോൾ വണ്ടി പോവുക, അതുകൊണ്ട് നടന്ന് പോകാൻ പറഞ്ഞു. കണ്ടില്ലേ ബോഗൻവില്ല.
ഇനി കുറേ ദൂരം നടക്കാണ്ട് കേസ്. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും അവിടെ കൂടെ വന്നോണ്ടിരിക്കുകയാണ്. ഇതിൽ കയറി ലിഫ്റ്റ് ചെയ്യിച്ച് പോകായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റും എടുത്ത് എല്ലാവരും അവിടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂളല്ലേ ബുക്കിങ്ങില്ല. കുറച്ച് പേര് നടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ടില്ല ഇവിടെ സിമെന്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതാ അത് തന്നെ. പിന്നെ ഇവിടെ ഇല ഇട്ടിങ്ങനെ പറയുമ്പോൾ വെള്ളം ഇടുമ്പം അതിൽ വെള്ളം ഈർപ്പം കാണും. അത് ഇല്ലില്ല, അവരെടുത്ത് മാറ്റും. ഓ തിന്നാന നമുക്കറിഞ്ഞൂടാ. ഫൈനലി നമ്മൾ മീൻകുട്ടി വാട്ടർഫാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചേ ഉള്ളേ ഉള്ളൂ എന്നാണ് ഞാൻ കണ്ടത്. പിള്ളേരുണ്ട് കേട്ടോ. അറബി വെയിൽ, ചൂട്. വീട്ടിൽ നിന്നപ്പോൾ നല്ല തണുപ്പ്. ഇവിടെ വന്നപ്പോൾ ചൂട്, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വർഷം മുകളിലോട്ട് കാണില്ല, കാറ്റടിച്ച് പറന്നു പോകുന്നു. ആ അതെ അതെ. പറഞ്ഞില്ലേ ആരൊക്കെ അഡ്വഞ്ചർ വേണമെന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് കൊടുക്കാം. ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ഉണ്ടായിരുന്നു. സന്നഡേ ആളുകൾ നോക്കണേ. ചെറിയ ഇടിങ്ങി വഴി കൂടെ വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ എടുക്കണം. എൻ്റെ അടുത്ത് തന്നെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. അഡ്വഞ്ചർ ഇപ്പൊ മൊബൈൽ പോകുക. അങ്ങനെ നമ്മൾ വലിയ രീതിയിലൊന്നുമില്ല, വാട്ടർഫോൾ ചെറിയ രീതിയിൽ. ഇറങ്ങിയാലേ പാറപ്പുറത്ത് കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കും. ചെറിയ കുളിച്ചു. അല്ല, നേരത്തെ മൊബൈൽ എടുത്ത് പൊക്കിയപ്പോൾ ഒരാൾ നോക്കണ അടിച്ചറിഞ്ഞു. നേരത്തെ ഞാൻ മൊബൈൽ ബ്ലോഗ് എടുത്തോണ്ട് പോയപ്പോ ചെറിഞ്ഞിങ്ങനെ നോക്കണേണ്ടെന്ന്. ചേച്ചിമാരെ ഡ്രസ് മാറ്റിക്കൊണ്ടല്ലേ വീഡിയോ നീ അല്ലേ വീഡിയോ എടുക്കാൻ പറഞ്ഞു? നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടോ എവിടെ ആർക്കോ കൊടുക്കണമെന്ന്? നിന്റെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്താൽ ഫോളോവേഴ്സ് ഉള്ള ചെറിയ വീടല്ലേ അത് തന്നെ. ഇപ്പം കാണാം ഗൈസ്, നമുക്ക് അങ്ങ് പോണം. വേണ്ട സൗമ്യായിരുന്നു. മണ്ടയിലുണ്ട്. എടാ അത് ചുമ്മാ നടന്ന് കയറാനുള്ളേ ഉള്ളൂ. ഇതൊന്നുമില്ല, ഉള്ളോട്ടുണ്ട്.
നമുക്ക് തിരിച്ചടക്കാം. ഓടാ, എന്നെ കൊണ്ട് നടക്കുന്നില്ല. അതിന്റെ അവിടെ വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. വ്യൂ പോയിന്റ് ഒരു സന്യാസി തപസ്സിരിക്കും. സൂം ചെയ്യാം. അടുത്ത സ്റ്റോറി ഗൈസ് അങ്ങനെ കണ്ടില്ലേ ഒരുപാട് പാറകൾ. നേരത്തെ സന്യാസി ഇതായിരിക്കും ഗൈസ്, ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട്. ചെരുപ്പ് നനച്ച് ഞാൻ ചെറുതായിട്ട്. അപ്പൊ എനിക്ക് നടക്കാൻ പറ്റില്ല. ചെരുപ്പ് ഊരി കയറണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. ഒരു അഡ്വഞ്ചർ ആയില്ലേ വെയിലത്ത്. അവിടെ വെയിലുള്ളൂ. വനമാണ് അവിടെ, മ്യൂസിക് പാടില്ല. ഗൈസ് ഇടുങ്ങിയ വഴി, ഇടുങ്ങിയ പാറ, വെള്ളം, പാറ. ഡേ 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 പെട്ടെന്ന് പെട്ടെന്ന് ക്യൂ ആണ്. ഭയങ്കര സ്ലോ. ഓ പല്ലിടിച്ച് കിടക്കും. ചറയി പോണേ. ഓ അക്ഷയത ആറ്റിറ്റ്യൂഡ് ഇട്ട് തോന്നുന്നു. പോയാലേ റൂൾസ് എല്ലാം നിങ്ങൾക്ക് എടുക്കാം. ഗൈസ് നമ്മൾ അവിടെ ആയിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ഇനി കയറി. ഇനി നമുക്ക് അവിടെയാണ് ഒരു ടാർഗറ്റ്. ഗൈസ് നമ്മൾ പെട്ടെന്ന് കയറി ഇവിടെ വന്നിരിക്കുകയാണ്. വെള്ളച്ചാട്ടം എല്ലാവരും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ നടന്ന ഗൈസ്, നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്നാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. അയ്യോ ഇവിടെ ചുരുക്കിട്ട് ഫോട്ടോ എടുക്കണം. പാറണ്ടോ പെട്ടെന്ന് കയറിയതാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട്. 5 മിനിറ്റ് പിന്നെ പിന്നെ ഗൈസ് വാട്ടർ, വെള്ളം ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വാട്ടർഫോൾ കണ്ടതിന് ശേഷം ഇനി നമ്മൾ തിരിച്ച് താഴോട്ട് പോയാണ്. ഫുഡ് കഴിക്കണം. അങ്ങനെ കുറച്ച് പരിപാടി. അറുതി വെയിൽ. അതെല്ലാവരും ഇവിടെ കൂടെ പോയി. കുറേ പേര് ഫ്രണ്ടിൽ നിന്നേ പോയി. അയ്യോ മോളില് സൗണ്ട് കേട്ടില്ലേ? കേട്ടാ കേട്ടാ ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയത് ഒന്നും കണ്ടിട്ടല്ലോ. നമ്മളിതിന്റെ താഴെ കൂടെ ആയിരുന്നു വന്ന്. കുളം കുളം ബോട്ടണി സ്റ്റുഡൻസ് ക്യാൻ റിലേറ്റ്. കാട് പറിക്കുന്നു. കുറേ ദൂരം നടന്ന് ഇങ്ങെത്തി. അതായത് നമ്മൾ നേരത്തെ വന്ന വഴിക്ക്. ഇത് കണ്ടില്ലേ, കാപ്പി ഉണക്കായിട്ട്. നിന്റെ തോട്ടം എവിടെയാടാ? ഇതെന്തൊരു ആവറേജ് ബോട്ടണി തിങ്സ് കണ്ടോ? കാട് പറിക്കാനാണ് മെയിനായിട്ട് വന്നത്. കണ്ടില്ലേ
ഇതെന്ത് സാധനം? സക്കുലന്റ് അല്ലയാ, ഹെർബേറി വെക്കാന്. ഹെർബേറി അല്ല, ഇത് വളർത്താൻ സക്കുലന്റ് 200 രൂപയെങ്കിലും ആവും. കൊച്ചിന് പറ, നിന്റെ ഭാവി കൊച്ചിന്. അതിന് നിനക്ക് പെണ്ണുണ്ടോ? പിന്നെ നീ എങ്ങനെ അങ്ങനെ വച്ചേക്കാവോ? പയ്യന് കുട്ടിക്കളി മാറിയില്ല, JCB മാച്ച് കൊണ്ടിടാക്കും. ഓ പക്വത നോക്കി ബ്രോ, പക്വത. വരുന്ന വഴിക്ക് ചെറി കണ്ട്, ചെറി എടുത്ത് എന്നുവെച്ചാൽ വേറെ കളറാണ്, വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഗൈസ് കണ്ടില്ല, കിടിലൊരു വീട്. പിന്നെ ഹെർബേറിയത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് എടുത്തിട്ട് ഫുള്ള് വാടിക്കരിഞ്ഞ് ഇത്രയും നടന്നു വന്നപ്പം തന്നെ. ഇനി ബുക്കിൻ്റെ അകത്ത് എന്തെങ്കിലും കയറ്റിയാൽ ഫ്രഷ് ആയിട്ട് കിട്ടും.